ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞോ. എന്നൊന്ന് നോക്ക്. എന്തെങ്കിലും ഒന്ന് പറ. അക്കുച്ചേട്ടന് എത്ര ദേഷ്യം വന്നാലും അത് എന്നോടൊന്ന് കാണിക്കേ. ശ്രേയ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ വന്നതാണെങ്കിലും നമ്മൾ അവൾക്ക് മാറ്റം ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറണം. അരവിന്ദേട്ടന്റെ നല്ലൊരു ഭാര്യയായിട്ട് ശ്രേയ മാറണം. ഇനി അങ്ങനെ വഴക്കുണ്ടാക്കില്ല അക്കുച്ചേട്ടാ. ശ്രേയയില് മാറ്റം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഒന്നും ഉണ്ടാവില്ല. ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ച എന്ത് ചെയ്യും? വീണ്ടും അച്ഛനോട് അവളുടെ കാലി വീണ് മാപ്പ് പറയാൻ പറയും. ശ്രേയ ഒരു പോയിസണാ. അത് നമ്മളിലേക്ക് എത്താതിരിക്കാൻ അവളെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. അവളുടെ വാശിയും തീരുമാനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കണം. നീ ചെയ്യുന്ന എല്ലാം മണ്ടത്തരാ ചാരു. ഇനിയെങ്കിലും ഇതുപോലെയൊന്നും ചെയ്യരുത്. അത് അച്ഛനെ വല്ലാണ്ട് ബാധിക്കും. പക്ഷെ അച്ഛനത് സഹിക്കുമായിരിക്കും. എനിക്കത് പറ്റില്ല. എനിക്ക് മനസ്സിലായി അക്കുച്ചേട്ടാ. ശ്രേയ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അരവിന്ദേട്ടന്റെ അവസ്ഥ കണ്ടുപോയതാ. പക്ഷെ അവള് ബാലമാമനെ അപമാനിച്ചു. അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. വിട്ടുകളക ബുദ്ധി തരേണ്ട.